ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിരകന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സോളോ ലെവലിംഗിന്റെ ചാപ്റ്റർ 71 തൊട്ട് 80 വരെയുള്ള കഥയാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ പാരുന്ന കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനത്തിൽ ജിൻവു അടങ്ങുന്ന ടീമിനെ റെഡ് ഓർഗുകൾ വളയുന്നിടത്താണ് ചാപ്റ്റർ 70 അവസാനിച്ചത്. ശേഷം ചാപ്റ്റർ 71 തുടക്കത്തിൽ ഇവരെ വളഞ്ഞിരിക്കുന്ന ഓർക്കുകൾ ഇവരോട് സംസാരിക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. സാധാരണ മോൺസ്റ്റേഴ്സിന്റെ ഭാഷ മനുഷ്യർക്ക് മനസ്സിലാവാത്തതാണ്, എന്നാൽ ഇപ്പോൾ അവർക്ക് അവർ പറയുന്നതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒന്നേൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വെച്ച് മരിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വരണം എന്നൊരു ഓർക്ക് പറഞ്ഞപ്പോൾ ടീമിന്റെ സുരക്ഷ ഓർത്ത് സൺ കി ഹുൻ ഇവരുടെ കൂടെ പോകാമെന്ന് തീരുമാനിച്ചു. അവിടെ ഇതിലും കൂടുതൽ ഓർക്കുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ രക്ഷപ്പെടാനുള്ള ചാൻസ് പിന്നെയും കുറയുകയല്ലേ എന്ന് ജിൻവു ചോദിച്ചപ്പോൾ നമ്മുടെ രക്ഷപ്പെടാനുള്ള ചാൻസ് അല്ലേലും ലോയാണ്. ഒന്നെങ്കിൽ ഇവരുടെ ബോസിനെ കൊന്ന് ഇവിടെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഈ ശ്രമത്തിൽ അയാളുടെ കയ്യാൽ കൊല്ലപ്പെടാം. ഇവരുടെ മുന്നിൽ ആ രണ്ട് ഓപ്ഷൻസ് അല്ലാതെ വേറൊന്നും ഇല്ല എന്ന് സൺ കി ഹുൻ പറഞ്ഞു. ശേഷം ഇവർ എല്ലാവരും റെഡ് ഓർക്കുകളുടെ ഒപ്പം അകത്തേക്ക് പോയി. ഈ സമയത്ത് ഡഞ്ചന്റെ വെളിയിൽ മിസ്റ്റ ജിൻവുവിനെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. അവിടെ വെച്ച് ജിൻവു പോർട്ടറായിട്ട് ഉള്ളിലേക്ക് പോയെന്ന് കണ്ട മിസ്റ്റ കയ്യിൽ മറ്റ് ആയുധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടുത്തെ ജോലിക്കാരുടെ കയ്യിൽ നിന്നും ഒരു പിക്കാക്സും എടുത്ത് ഡഞ്ചന്റെ ഉള്ളിലേക്ക് നടന്നു. ഈ സമയത്ത് ഡഞ്ചന്റെ ഉള്ളിൽ ആയിരക്കണക്കിന് റെഡ് ഓർക്കുകളുള്ള മുറിയിലേക്ക് സൺ കി ഹുന്റെ ടീം എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയതോടെ രക്ഷപ്പെടാനുണ്ടായിരുന്ന ചെറിയ ചാൻസ് പോലും സീറോ ആയെന്ന് സൺ കി ഹുൻ മനസ്സിലാക്കി. അതിന്റെ ഒപ്പം ഓർക്ക് ബോസിന്റെ മാന ഇവരുടെ ആകെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം കൂടി ഇല്ലാതെയാക്കി. ശേഷം സൺ കി ഹുൻ തന്റെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് ബോസിനെ ആക്രമിച്ചുവെങ്കിലും അയാളുടെ ബാരിയർ അവനെ തടഞ്ഞു. ശേഷം സൺ കി ഹുനെ അയാൾ തല്ലി ചതച്ച് കൊല്ലാൻ നോക്കിയപ്പോൾ ഇനി കാഴ്ചക്കാരനായി നോക്കി നിൽക്കണ്ടാൻ തീരുമാനിച്ച ജിൻവു സൺ കി ഹുനെ രക്ഷിച്ചു. എന്നിട്ട് അടി കൊണ്ട് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടന്ന സൺ കി ഹുനോട് ഞാൻ ഒരു തീർക്കട്ടെ എന്ന് ജിൻവു ചോദിച്ചു. ഈ സമയത്ത് ഒരു ഓർക്കും ജിൻവുവിനെ ആക്രമിക്കാൻ നോക്കിയപ്പോൾ ജിൻവു അവനെ പൊക്കിയെടുത്ത് ഭിത്തിയിലടിച്ചിട്ട് വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചു. ഇത് സൺ കി ഹുൻ സമ്മതിച്ചതോടെ ജിൻവു ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് ബോസിനെ നോക്കിയിട്ട് കുറച്ചു നാളായി ഞാൻ ഇതുപോലെ എനർജി കണ്ടിട്ടെന്ന് പറഞ്ഞ് തന്റെ മുഴുവൻ ഷാഡോ ആർമിയും പുറത്തെടുത്തു. ഈ സമയത്ത് ഡഞ്ചന്റെ പുറത്ത് ഹണ്ടേഴ്സ് അസോസിയേഷന്റെ ആളുകൾ ജിൻവുവിനെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. അവിടെ എത്തിയ വൂ ജിൻചുള്ള് ജിൻവുവിനെ കുറിച്ച് അവരോട് ചോദിച്ചപ്പോൾ അവൻ ഡഞ്ചന്റെ അകത്താണെന്നും അവനെ അന്വേഷിച്ചു വന്ന മിസ്റ്റായും ഇപ്പോൾ അകത്തേക്ക് പോയിരിക്കുകയാണെന്നും അവൻ മനസ്സിലാക്കി. എല്ലാവരും ജിൻവുവിനെ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് ഒരു ജോലിക്കാരൻ ചോദിച്ചപ്പോൾ അത് നാളത്തെ പത്രം കണ്ടാൽ നിനക്ക് മനസ്സിലാക്കുമെന്ന് പറഞ്ഞ് വൂ ജിൻചുൾ ഗേറ്റിനടുത്തേക്ക് നടന്നു. അതിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ ഈ ഗേറ്റിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. സംശയം തോന്നി അയാൾ അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അത് എ റാങ്കിനേക്കാൾ കൂടുതൽ റാങ്കുള്ള ഡഞ്ചൻ ആണെന്ന് അയാൾ മനസ്സിലാക്കിയത്. ഈ സമയം ഡഞ്ചന്റെ ഉള്ളിൽ കയറിയ മിസ്റ്റ തന്റെ മുന്നിൽ കണ്ട എല്ലാ ഓർക്കുകളെയും കീഴ്പ്പെടുത്തി. ശേഷം ഉള്ളിൽ നിന്നും പവർഫുൾ ആയ ഒരു മാജിക്കിന്റെ പ്രസൻസ് മനസ്സിലാക്കി അവൾ അകത്തേക്ക് നടന്നു. അകത്ത് റെഡ് ഓർക്കുകളും ജിൻവുവും തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോൾ തുടങ്ങുമെന്ന സ്റ്റേജിൽ നിൽക്കുകയാണ്. എണ്ണം വെച്ച് നോക്കുമ്പോൾ ജിൻവുവിന്റെ ആർമി ചെറുതായതുകൊണ്ട് അവൻ ഡൊമൈൻ ഓഫ് ദി മൊണാർക്ക് എന്ന സ്കിൽ ആക്ടിവേറ്റ് ചെയ്തു. ജിൻവുവിന്റെ ഈ ഒരു ഡൊമൈന്റെ അകത്ത് അവന്റെ ഷാഡോ ആർമിയുടെ പവർ 50% അധികമായിരിക്കും. ഇതെല്ലാം കണ്ട് സൺ കി ഹുന്റെ ടീം അന്തം വിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുമ്പോഴാണ് നമ്മുടെ ഷാഡോ ആർമി ഓർക്കുകളുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ജിൻവുവിന്റെ ആർമി ഭൂരിഭാഗം ഓർക്കുകളെയും തീർത്തുകൊണ്ടിരുന്നപ്പോൾ ജിൻവു നേരെ ബോസിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ അവന്റെ ബാരിയർ കടക്കുന്നത് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് അവൻ ഇൻവെന്ററിയിൽ നിന്നും ഒരു പോർഷൻ എടുത്ത് കുടിച്ചിട്ട് ഇപ്പോൾ ചത്ത എല്ലാ ഓർക്കുകളെയും തന്റെ ആർമിയായി കാണിച്ചു കൊടുത്തു. ഇത് കണ്ടതോടെ അത്രയും നേരം ഫുൾ കോൺഫിഡൻസിലിരുന്ന ഓർക്ക് ബോസിന്റെയും കിളിപോയി. എന്നിട്ട് ഇവരെ മാത്രമല്ല, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നീയും നിന്റെ ആർമിയും എന്റേതാകുമെന്നും ജിൻവു അവനോട് വെല്ലുവിളിച്ചു. ഇത്രയും ജിൻവു പറഞ്ഞു കഴിഞ്ഞപ്പോൾ നേരത്തെ എൽഫിന് സംഭവിച്ച പോലത്തെ ഒരു ഗ്ലിച്ച് ഇവിടെയും കാണിക്കുന്നുണ്ട്. ശേഷം ദേഷ്യം വന്ന ഓർക്ക് ബോസ് ജിൻവുവിന് മേൽ കഴ്സ് മാജിക് ഉപയോഗിക്കാൻ നോക്കിയെങ്കിലും അതും പരാജയപ്പെട്ടു. ഈ സമയത്ത് അവിടെ എത്തിയ മിസ്റ്റ നോക്കുമ്പോൾ ഓർക്കുകളും സമണ്ട് മോൺസ്റ്റേഴ്സും തമ്മിലുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. അവളുടെ അറിവിൽ ഒരു മേജിന് സാധാരണ 2 മോൺസ്റ്റേഴ്സിനെ മാത്രമേ സമൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൂരെ ടീം ബിയെ കണ്ട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു. ഈ സമയത്ത് ഓർക്ക് ബോസ് തന്റെ ഏറ്റവും വലിയ സ്പെല്ല് ജിൻവുവിന് നേരെ ഉപയോഗിച്ചെങ്കിലും അവൻ അതിൽ നിന്നും ചാടി രക്ഷപ്പെട്ട് അയാളുടെ കരണക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിച്ചു. അതോടെ അയാളുടെ ഒരു കണ്ണും അടിച്ചുപോയി. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ജിൻവു അവനെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി. എന്നിട്ട് ഷാഡോ ഓർക്കുകളെ വെച്ച് തന്നെ അവനെ കൊന്നു കളഞ്ഞു. ഒപ്പം അയാളെ ഷാഡോ ആർമിയിൽ ചേർത്തിട്ട് അയാൾക്ക് തസ്ക് എന്ന് പേരിട്ടു. ഇതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മിസ്റ്റായും വൂ ജിൻചുള്ളും അടങ്ങുന്ന ഹണ്ടേഴ്സ് അസോസിയേഷൻ മെമ്പേഴ്സ് എല്ലാവരും ഇത് കണ്ടു എന്ന് മനസ്സിലാക്കിയത്. എന്നാൽ വൂ ജിൻചുള്ള ഇവിടെ നടന്ന എല്ലാ സംഭവവും ടോപ്പ് സീക്രട്ട് ആക്കി വെക്കണമെന്ന് പറഞ്ഞു. ശേഷം സൺ കി ഹുൻ തന്നെ രക്ഷിച്ചതിന് ജിൻവുവിനോട് നന്ദി പറഞ്ഞ ശേഷം ഹണ്ടേഴ്സ് അസോസിയേഷൻ മെമ്പേഴ്സ് ജിൻവുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അവിടെ നിന്നും ജിൻവു നേരെ പോയത് ജിൻഹോനെ കാണാനാണ്. അവിടെ വെച്ച് ജിൻവുവിനോട് നടന്ന കാര്യങ്ങളെല്ലാം ജിൻഹോ പറഞ്ഞപ്പോൾ ജിൻവു എന്തോ തിരിച്ചു പറയുന്നുണ്ടെങ്കിലും അതെന്താണെന്ന് നമ്മളടുത്ത് കാണിക്കുന്നില്ല. ശേഷം ഹണ്ടേഴ്സ് ഗിൽഡിന്റെ ഹെഡ് ഓഫീസിൽ ചോയ് ജോങ് ജിൻവു അവരുടെ രഞ്ജനിലെത്തിയ സംഭവത്തെ കുറിച്ച് മറ്റൊരാളുമായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ്. ജിൻവുവിന്റെ ശക്തികളെ കുറിച്ച്
മനസ്സിലാക്കിയ ചോയ് അവൻ തന്നേക്കാൾ ശക്തനാണെന്ന് തിരിച്ചറിഞ്ഞ് അവനെ തന്റെ ഗിൽഡിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിച്ചു. അതിനുശേഷം കാണിക്കുന്നത് കൊറിയയിലെ ഒരു ആക്ടറിനെയാണ്. ലീ മിൻ സങ് എന്ന് പേരുള്ള ഈ ജാടക്കാരനായ ആക്ടർ ഈയിടെയാണ് അവേക്കൻഡ് ആയത്. അവൻ ഇവാലുവേഷന് വേണ്ടി വരുന്ന ദിവസം കുറച്ച് പബ്ലിസിറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഹണ്ടേഴ്സ് അസോസിയേഷന്റെ ഓഫീസിന് മുന്നിൽ ഇവൻ പത്രക്കാരെ നിർത്തിയിരുന്നു. ഈ സമയത്ത് യോൻഹോയും ചോയും അവിടെ എത്തിയതോടെ റിപ്പോർട്ടേഴ്സോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ വന്നിരിക്കുന്നത് ലീ മിൻ സങ്ങിന് വേണ്ടിയല്ല, മറിച്ച് ജിൻവുവിന് വേണ്ടിയാണ്. ഇതിനെപ്പറ്റി അവർ തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ റീപ്പേഴ്സ് ഗിൽഡിന്റെ മാസ്റ്റർ ലിം തായ്ഗൂണും അവിടെ വരുന്നുണ്ട്. അതിനു പുറമെ കാറിൽ നിന്നും ഇറങ്ങി ലീ മിൻ സങ്ങും അവിടെ എത്തി. ഇതെല്ലാം കണ്ട് റിപ്പോർട്ടേഴ്സിന്റെ പുറകെ നിന്ന ജിൻവു ഹണ്ടേഴ്സ് അസോസിയേഷന്റെ ഓഫീസിന് മുന്നിലേക്ക് പോയെങ്കിലും ലീ മിൻ സങ്ങിന്റെ ബോഡി ഗാർഡ് അവനെ തടഞ്ഞു. പെട്ടെന്ന് അവിടെ എത്തിയ ചെയർമാൻ ഗൺഹി ആരോട് ചോദിച്ചിട്ടാണ് റിപ്പോർട്ടേഴ്സിനെയും കൊണ്ട് വന്നതെന്ന് ലീ മിൻ സങ്ങിനോട് ചോദിച്ചിട്ട് ജിൻവുവിനെയും വിളിച്ചോണ്ട് അകത്തേക്ക് പോയി. ഇത് കണ്ടതോടെ ലീ മിൻ സങ്ങിന് കുറച്ചിലായി. അതിനു പുറമെ 11 മണിക്കാണ് അവന്റെ അപ്പോയിന്റ്മെന്റ്, അതുകൊണ്ട് 11 മണിക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റൂന്ന് പറഞ്ഞ് വൂജിൻ ചുള്ളും അവനെ കെട്ടടിച്ചു. ഈ ലീ മിൻ സങ് നമ്മുടെ യോജിൻ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റിന്റെ മകനാണ്. അപ്പോ യോജിൻ ഗ്രൂപ്പ് ഹണ്ടേഴ്സ് അസോസിയേഷന്റെ സ്പോൺസേഴ്സ് ആയതുകൊണ്ട് അത് പറഞ്ഞ് വൂജിൻ ചുള്ളിനെ വരട്ടാൻ നോക്കിയെങ്കിലും അതും അടപടലം ചീറ്റി. ഓഫീസിന്റെ ഉള്ളിൽ ചെന്നപ്പോഴാണ് യോൻഹോയും ചോയും ജിൻവു കാണുന്നത്. അവിടെ നിന്നും ഇവാലുവേഷൻ റൂമിലേക്ക് ജിൻവു എത്തിയപ്പോൾ അവരോട് കോപ്പറേറ്റ് ചെയ്ത് തന്റെ കഴിവുകൾ എന്താണെന്ന് അവർ കാണിച്ചു കൊടുത്തു. അതോടെ അവന് എസ് റാങ്ക് ലൈസൻസ് കിട്ടി. ഈ സമയത്ത് റിപ്പോർട്ടേഴ്സ് അവിടെ ഉള്ളത് കൊണ്ട് ലീ മിൻ സങ് അവരുടെ മുന്നിൽ ഷോ ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് കൊറിയയിലെ പുതിയ എസ് റാങ്കറിന്റെ വരവിനെ കുറിച്ച് റിപ്പോർട്ടേഴ്സിന് ന്യൂസ് കിട്ടുന്നത്. അതോടെ റിപ്പോർട്ടേഴ്സ് എല്ലാവരും ലീ മിൻ സങ്ങിനെ അവിടെ കളഞ്ഞിട്ട് ഓഫീസിന്റെ മുന്നിൽ തടിച്ചുകൂടി. ഇവാലുവേഷൻ കഴിഞ്ഞ് ജിൻവു പുറത്തു വന്നപ്പോൾ ഇവർ അവന്റെ ഫോട്ടോ എടുത്ത് കൊറിയയിലെ 10ാമത്തെ എസ് റാങ്കർ എന്ന് പറഞ്ഞ് പുതിയ ന്യൂസ് ഇറക്കി. ഇത് ജിൻവുവിന്റെ അനിയത്തിയും മൈൻ ടീമിലെ ആളുകൾ ഉൾപ്പെടെ കൊറിയയിലെ എല്ലാവരും അറിഞ്ഞു. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരുന്ന ജിൻഹോയുടെ അച്ഛനോട് അവൻ ജിൻവു പറഞ്ഞ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അതായത് അവനാ ഗിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, നിനക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഗിൽഡിന്റെ വൈസ് പ്രസിഡന്റ് ആവാൻ പറ്റുമോ എന്നാണ് ജിൻവു ജിൻഹോയോട് ചോദിച്ചത്. ഇത് കേട്ടപ്പോൾ തന്നെ ജിൻഹോയുടെ അച്ഛന് ജിൻവുവിന്റെ ആ തീരുമാനത്തിന് പിന്നിലുള്ള കാരണങ്ങൾ മനസ്സിലായി. ഇപ്പോൾ ജിൻവുവിന്റെ ആവശ്യം പണമല്ല, അതായിരുന്നെങ്കിൽ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഓഫറാണ് യോജിൻ കൊടുത്തത്. ഇനി അവൻ വേറെ ഏതെങ്കിലും ഗിൽഡിൽ ജോയിൻ ചെയ്താൽ അതൊരു പവർ ഇംബാലൻസിന് കാരണമാവും. അതോർത്ത് ഹണ്ടേഴ്സ് അസോസിയേഷനിൽ ചേരാമെന്ന് വിചാരിച്ചാലും അവിടെ അവന് തന്റെ സ്കിൽസ് കൂട്ടാൻ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. അതുകൊണ്ടാണ് അവൻ പുതിയ ഗിൽഡ് തുടങ്ങാൻ പോകുന്നത്. ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് നിന്നെ വിശ്വാസമായി, നിനക്ക് യോജിൻ തരാമെന്ന് അയാൾ ജിൻഹോയോട് പറഞ്ഞപ്പോൾ അവൻ ജിൻവുവിന്റെ ഗിൽഡിൽ ചേരാൻ തീരുമാനിച്ചുവെന്ന് അവന്റെ അച്ഛനെ അറിയിച്ചു. അതേസമയം അങ്ങ് ഹണ്ടേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ യോൻഹോയും ചോയും ജിൻവുവിനോട് സംസാരിക്കാൻ വേണ്ടി പുറത്തു വന്നുവെങ്കിലും അപ്പോഴേക്കും ജിൻവു സ്റ്റെൽത്ത് വെച്ച് റിപ്പോർട്ടേഴ്സിനെ മറികടന്ന് പോയിരുന്നു. അപ്പോഴാണ് ഈ ഇവാലുവേഷൻ നടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയപ്പോഴേ ജിൻവു അവേക്കൻഡ് ആണെന്നും അവൻ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഹണ്ടർ ആണെന്ന് യോൻഹോയ്ക്ക് മനസ്സിലായത്. അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് ജിൻവു എസ് റാങ്കർ ആയതിനു ശേഷം തന്റെ പക്കലുള്ള ഓർബ് വിൽക്കാൻ വേണ്ടി പോകുന്നതാണ്. അതിന് നല്ല വില കിട്ടിയപ്പോൾ ജിൻവു അവിടെയുള്ള ഫയർ റെസിസ്റ്റൻസ് ആർമേഴ്സും ഒപ്പം ഡാഗേഴ്സും ചെക്ക് ചെയ്യുന്നുണ്ട്. ജിൻവു കൊറിയയിലെ ചർച്ചാ വിഷയമായതോടെ അവന്റെ അപ്പാർട്ട്മെന്റിന് ചുറ്റും ഹണ്ടേഴ്സിനെ കൊണ്ടും റിപ്പോർട്ടേഴ്സിനെ കൊണ്ടും നിറഞ്ഞിരുന്നു. ഇതിനിടയിൽ ജിൻഹോനെ അവന്റെ അച്ഛൻ വീട്ടിൽ നിന്നും പുറത്താക്കിയത് കൊണ്ട് അവൻ ജിൻവുവിന്റെ വീട്ടിലെത്തിയതും അതേസമയം ജിൻഹോയുടെ അച്ഛൻ അയാളുടെ വീട്ടിൽ വെച്ച് ബോധം കെട്ട് വീഴുന്നതും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് അന്ന് രാത്രി തന്റെയും തന്റെ അനിയത്തിയുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ ജിൻവു തന്റെ ഷാഡോ ആർമിയെ ഓരോ സ്ഥലങ്ങളിൽ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ജിൻഹോ അവനൊരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ശേഷം ജിൻവു വാട്ടർ ആട്രിബ്യൂട്ടുള്ള റിംഗും വിൻഡ് റോബും ഒക്കെ കൊണ്ട് പുതിയൊരു ഡഞ്ചനിലേക്ക് കയറി. അതും ഒരു ഡീമൺ സോൾ കളക്ഷൻ ക്വസ്റ്റ് ആയതുകൊണ്ട് ക്വസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തസ്കിന്റെ പവർ ലെവലും ജിൻവു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് കൊറിയയിലെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയ ജിൻഹോയുടെ അച്ഛൻ അയാൾക്ക് എറ്റേണൽ സ്ലംബർ എന്ന അസുഖം ബാധിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി. ഈ എറ്റേണൽ സ്ലംബർ എന്ന് പറയുന്ന അസുഖം ഒരാളെ നീണ്ട ഉറക്കത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അതിൽ അകപ്പെടുന്ന ആർക്കും പിന്നീട് എണീക്കാൻ പറ്റില്ല. അയാൾ ആ ഉറക്കത്തിൽ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടാവാറ്. ഇതിന് മരുന്നൊന്നുമില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് മാജിക് എനർജി സപ്പോർട്ട് മെഷീൻ വെച്ച് അയാളുടെ ജീവൻ നടത്താമെന്ന് മാത്രമാണ്. ഒരു ലോങ് ടൈം പീരീഡിൽ മാന റിലേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളോടോ അത് എമിറ്റ് ചെയ്യുന്ന ആളുകളോടോ അടുത്തിടപഴകുമ്പോഴാണ് ഈ അസുഖം ഉണ്ടാവാറ്. ഇവിടെ ഇതിനെ കുറിച്ചുള്ള സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് കാണിക്കുന്നത് ജപ്പാനിലെ ഒരു ഐലൻഡ് ആണ്. അവിടെ ഒരു ആന്റി മോൺസ്റ്റർ കയറി വരുന്നത് കാണിക്കുന്നിടത്താണ് ചാപ്റ്റർ 80 അവസാനിച്ചത്. സോ കഴിഞ്ഞു ഗൈസ്, ഇതാണ് സോളോ ലെവലിംഗിന്റെ 71 തൊട്ട് 80 വരെയുള്ള കഥ. പിന്നെ സോളോ ലെവലിംഗിന്റെ ആദ്യ 70 ചാപ്റ്റേഴ്സിന്റെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതല്ല സോളോ ലെവലിംഗിന്റെ മാനുവൽ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞു ഗൈസ്, ഇത്രയൊക്കെ തന്നെയാണ് സോളോ ലെവലിംഗിന്റെ ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്. ഞാൻ എല്ലാക്കെ പോയിന്റ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതുവരെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലെ ഏതെങ്കിലും മാങ്കയെ കുറിച്ചോ അല്ലെങ്കിൽ മാൻവയെ കുറിച്ചോ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും എന്നെ കമന്റ് ബോക്സ് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പറ്റുമെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ദിസ് മീ ഫാളൻ ലോക്കി സൈനിങ് ഔട്ട്.